Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Morning, ma'am. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെ, ക്വാളിറ്റി മാനേജ്മെന്റ് എന്താക്കണം. എന്തായിരുന്നു ക്വാളിറ്റി? മനസ്സിലായിരുന്നോ? എന്തായിരുന്നു ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? ആരും വായിച്ചില്ല? ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേർഡ്സ് ഏതായിരുന്നു? ഏതൊക്കെയായിരുന്നു? Beautiful, attractive, durable. ഓക്കെ, അങ്ങനെയുള്ള വേർഡ്സ് ആയിരുന്നു ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി ഓഫ് കെയർ. ക്വാളിറ്റി ഓഫ് കെയർ എന്താണ്? ക്വാളിറ്റി ഓഫ് കെയർ ചെറുതായിട്ട് ഒരു ചുരുക്കം സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ക്വാളിറ്റി ഓഫ് കെയർ ആരെങ്കിലും? ആൽവിൻ ആന്റണി എന്ന് പറയാൻ പറ്റുമോ? ചെറുതായിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. എന്തായിരുന്നു ക്വാളിറ്റി ഓഫ് കെയർ? ആരോഗ്യ പരിരക്ഷാ പ്രവർത്തനങ്ങൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. കൊടുക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി ഓഫ് കെയർ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. മെഡിക്കൽ, നഴ്സിംഗ്, അതുപോലെ തന്നെ ലബോറട്ടറി ഫീൽഡിലൊക്കെയാണ്, ഈ 3 മേഖലകളിലാണ് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത് അല്ലെ. 3 മേഖലകളിൽ കൂടിയാണ്. അതുപോലെ തന്നെ അവർക്ക് എങ്ങനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡെയിലി? അത് അവർക്ക് ഹാംഫുൾ ആകാത്ത വിധത്തിൽ, അവർക്ക് ദോഷകരം ഉണ്ടാക്കാത്ത വിധത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പേഷ്യൻസിന് നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? സേഫ് ആയിട്ട്, അഫോർഡബിൾ ആയിട്ട്, അതുപോലെ ലെസൺ ഡെത്ത്, ഇൽനെസ്, ഡിസേബിലിറ്റി ഇതൊക്കെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് യൂസ് ചെയ്തുകൊണ്ട് വേണം എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട്. അതുപോലെ എക്സാക്ട് ടൈമിൽ കൊടുക്കണം അല്ലെ കെയർ. ഒരു രോഗി വന്നു വയറുവേദനയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാം, സ്കാൻ നടത്താം, കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യാം. കറക്റ്റ് ടൈമിൽ, എക്സാക്ട് ടൈമിൽ വേണം രോഗികൾക്ക് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ്. ഏതൊക്കെയാണ്? ഒരു 9 കമ്പോണൻസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഓരോന്നും നമ്മൾ ജസ്റ്റ് പഠിക്കും. ജസ്റ്റ് ഒന്ന് നോക്കാം. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ്. ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. ക്വാളിറ്റി ഹെൽത്ത് സർവീസസിന് മെനി പാർട്സുകളുണ്ട്. We should understand this in order to refine quality of care. The parts are listed in the box below. We shall look briefly at each of the parts. Okay. So, നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കണമെങ്കിൽ കുറച്ച് കമ്പോണൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് നോക്കി കമ്പോണൻസ്? അനസ്തസ്, അതുപോലെ ടെക്നിക്കൽ കോമ്പിറ്റൻസ്, ഇക്വിറ്റി, ഇഫക്റ്റീവ്നെസ്, efficiency, continuity, safety, interpersonal relations, amenities. ഇങ്ങനെ 9 കമ്പോണൻസ് ആണ്
ക്വാളിറ്റി ഓഫ് കെയറില് നമുക്കുള്ളത്. ഓക്കെ, കമ്പോണൻസ് ചോദിക്കാവുന്നതാണ് കേട്ടോ. അനാലിസിസ്, അതുപോലെ തന്നെ എന്താണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഉണ്ട്, എമ്യൂണിറ്റീസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം. ഫസ്റ്റ് വൺ നോക്കാം. ആക്സസ് ടു സർവീസ്. ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് മീനിങ് ആക്സസ് എന്ന് പറഞ്ഞാല്? ആക്സസ് ആക്സസ് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ആക്സസ് ടു സർവീസസ് എന്ന് പറഞ്ഞാല് സർവീസിലേക്കുള്ള പ്രവേശനമാണ് ആക്സസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആക്സസ് ടു സർവീസസ് ആണ് ഫസ്റ്റ് കമ്പോണന്റ്. നമുക്ക് നോക്കാം. എവ്രി വൺ ഷുഡ് ഹാവ് ആൻ എൻട്രി ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ. എന്താണ് പറയുന്നത്? എവ്രി വൺ ഷുഡ് ഹാവ് ആൻ എൻട്രി ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ. എന്താണ്? ആരോഗ്യ പരിചരണത്തിലേക്ക്, ആ ആരോഗ്യ പരിചരണം കിട്ടാൻ വേണ്ടിയിട്ട്, കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഓരോ പേഷ്യൻസിനും എന്താണ്? പ്രവേശനമുണ്ട്. ആ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അതിലേക്ക് പ്രവേശനമുണ്ട്. Entry refers to the ability to the individual to obtain health services. Some of the factors that can affect entry. Okay, that can affect entry are factors ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എൻട്രി എന്താണെന്ന് നോക്കിയേ, മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എന്ത് ചോദിക്കാറുണ്ട്? Entry refers to the ability of the individual to obtain health care services. അത്രയും പേരൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേ, ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചോദിക്കാറുണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എൻട്രി എന്ന് പറഞ്ഞാല് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസസ്. ഒരു ഹെൽത്ത് സർവീസസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റി, കഴിവിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? ഒരു ഹെൽത്ത് കെയർ സർവീസസ്, ഒരു ഹെൽത്ത് സർവീസസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റി അല്ലെങ്കിൽ കഴിവ്, അതിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. കഴിവിനെ ആണ് എൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി അതിന്റെ ഫാക്ടേഴ്സ് നോക്കിയേ. സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ്. എക്സാമ്പിൾ, where a health facility is situated far away or it is difficult to get transport to the facility, access to quality health care becomes the problem. എന്താണ്? ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം ആണ് അല്ലെ. ക്വാളിറ്റി ഉള്ള ഒരു സർവീസസിലേക്ക്, ആ സർവീസസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്കാണെങ്കിൽ, ഹോസ്പിറ്റൽ ദൂരത്തേക്കാണെങ്കിൽ എന്താണ്? അതൊരു എന്താണ്? ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ രോഗിയെ കൊണ്ടുപോയി എത്തിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ആ കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും രോഗികൾക്ക് വല്ല ഡിസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് നമ്മുടെ വീടും ഹോസ്പിറ്റലും തമ്മിൽ വളരെ ദൂരത്തിലാണെങ്കിൽ ആ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ എന്താണ്? ഡിഫിക്കൽട്ടീസ്, ഹെൽത്ത് ഡിഫിക്കൽട്ടീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും എന്താണ്? ആ സർവീസസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താണ്? ഒരു ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും അല്ലെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് മനസ്സിലായോ? എക്സാമ്പിൾ, where a health facility is situated far away or it is difficult to get transport to the facility, access to the quality health care become a problem. Okay, എന്താണ്? ഒരു ബെറ്റർ ഹെൽത്ത് കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല അല്ലെ. നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോ കുറെ ദൂരത്താണെങ്കിൽ ആ ഡിസ്റ്റൻസ് നമുക്ക് വളരെ പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലൊക്കെ നമ്മുടെ വീടിനടുത്തൊക്കെ ഇല്ലെങ്കിൽ എന്താണ്? ആ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനായിട്ട് വളരെ ദൂരം ഉണ്ടെങ്കിൽ എന്താണ്? അതും ഡിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്നു അല്ലെ. ഇല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല്
ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് രോഗികളുടെ ഇപ്പോ വീട്ടിൽ നിന്നായാലും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നല്ല ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ഹോസ്പിറ്റലാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിൽ എന്താണ് നമ്മൾ നല്ല ഫെസിലിറ്റീസ് ഉള്ള വേറെ ഹോസ്പിറ്റലിൽ നമ്മൾ ഇത് ചെയ്യാറുണ്ട്, റെഫർ ചെയ്യാറുണ്ട് അല്ലെ. ഡോക്ടേഴ്സ് ആയാലും നമ്മളായാലും പ്രിഫർ ചെയ്യുന്നത് എന്താണ്, അങ്ങനെയുള്ള നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലോട്ട് പോകാനാണ്. അപ്പൊ ഡിസ്റ്റൻസ് ഒരു ഫാക്ടറാണ്. നല്ല രീതിയിൽ ആക്സസ് ടു സർവീസസിന്റെ ഒരു ഫാക്ടറാണ് എന്ത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ ഫിനാൻഷ്യൽ എക്സാമ്പിൾ, പീപ്പിൾ കനോട്ട് പേ ഫോർ ദ സർവീസ് റെന്റഡ്. നമുക്കറിയാം അല്ലെ, നല്ല രീതിയിൽ ആ സർവീസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ നമ്മളുടെ കയ്യിൽ അത്രയും പണം ഉണ്ടാവില്ല, ക്യാഷ് ഉണ്ടാവില്ല. അതും എന്താണ്, ഒരു ഫാക്ടറാണ്. സർവീസസ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അങ്ങനെയുള്ള സർവീസസ് ലഭിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ചിലപ്പോ ഉണ്ടാവില്ല, അതും ഒരു ഫാക്ടർ ആയിട്ടാണ് പറയുന്നത്. ഇനി എന്താണ്, കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. The services provided may not be in keeping the culture, belief and values of some people. ഇപ്പോ ചില പഴയകാല ആളുകള്, ഇപ്പൊ അമ്മമാരൊക്കെ അല്ലെങ്കിൽ പിന്നെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്താണ്, ചിലപ്പോ അവര് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കാം പഴയ കാലത്തുള്ളവരൊക്കെ. അല്ലെങ്കിൽ ഓർത്തഡോക്സ് രീതിയിൽ ഉള്ള ആൾക്കാരൊക്കെ എന്താണ് പരമ്പരാഗതമായിട്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പോ അങ്ങനെ ആകുമ്പോ ചിലപ്പോ അവർക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ചിലപ്പോ അവര് ആയുർവേദം ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇഷ്ടം അവർക്ക്. പക്ഷെ എന്താണ്, ചിലപ്പോ തൊട്ടടുത്ത് അലോപ്പതിക് ഹോസ്പിറ്റലുണ്ട്, നല്ല സർവീസ് ആണ് അവിടെ കൊടുക്കുന്നതെങ്കിലും അവര് ചിലപ്പോ അവിടെ പോകാനായിട്ട് ഇഷ്ടപ്പെടില്ല. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയുള്ള ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അതാണ് കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസിൽ വരുന്നത്. മനസ്സിലായോ? ഓക്കെ, വിശ്വാസം അതുപോലെ തന്നെ മൂല്യം ഒക്കെ അനുയോജ്യമല്ലാത്തൊരു സർവീസ് നൽകുന്ന ഒരു ലഭിക്കാനായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ട്രഡീഷണൽ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ എന്താണ് ചിലപ്പോ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മോഡേൺ ഹോസ്പിറ്റലൊന്നും പോകാനായിട്ട് തയ്യാറാവില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാര് ഇല്ലേ. അമ്മമാരൊക്കെ ആണെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നവരാണല്ലേ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോ സർവീസ് മാത്രമല്ല, നമ്മളിപ്പോ എന്തൊരു കാര്യം പറഞ്ഞാലും അങ്ങനെ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ പനി വന്നിട്ടുണ്ടെങ്കിൽ ചിലവര് ഹോസ്പിറ്റലിൽ പോകില്ല. ചിലവരെന്താണ് ഈ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നാട്ടു വൈദ്യം അല്ലെ, ചുക്ക് കാപ്പി അങ്ങനെയുള്ളതൊക്കെ കുടിച്ച് പനി മാറ്റിക്കളയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോ അവരുടെ എന്താണ് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള സർവീസ് ആക്സസ് ചെയ്യാനും അതൊരു ഫാക്ടർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഡിസ്റ്റൻസ്, നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്ത ഹോസ്പിറ്റലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അടുത്ത ജില്ലകളിലൊക്കെ പോകേണ്ടി വരും നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഒരു ഫാക്ടറാണ്. അതുപോലെ അതിന് നമുക്ക് എന്താണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മുടക്കാനായിട്ടുള്ള പണം, അതും ഒരു ഫാക്ടറാണ്. അതുപോലെ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ് ഒരു ഫാക്ടറായിട്ടാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആക്സസ് ടു സർവീസ്, എൻട്രി ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. എൻട്രി എന്ന് പറഞ്ഞാല് എൻട്രി refers to the ability of the individual to obtain health services. അത്രയും വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഓക്കെ, എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹെൽത്ത് കെയർ സർവീസസ് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, എബിലിറ്റി, അതിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഡിസ്റ്റൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, അതുപോലെ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ക്ലാസ്സിന് കയറാൻ പറ്റുന്നില്ലേ? എന്ത് പറ്റി? ആരാണ്? പേരൊന്ന് പറയോ?
1 minute കേട്ടോ. ഓക്കെ 1 minute. ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞത് ഇപ്പൊ ഒന്ന് വായിക്കട്ടോ. ആക്സസ് ടു സർവീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിക്കാം. മിസ് ഒന്ന് ഓഫീസിൽ ഒന്ന് പറയാം. ഓക്കെ മിസ് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരെ നോക്കിയിട്ട് ചിലപ്പോ ശരിയാക്കിയിരിക്കും, ചെയ്തോളൂ കേട്ടോ. ഇതാണെന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിരിക്കും. ഇനി അഥവാ കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ് കാണാമെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. പറഞ്ഞിട്ടുണ്ട് ആഷ്നയും ഷിതല്ലേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ടാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു നോക്കുന്നുണ്ട് അവിടെ. നെക്സ്റ്റ് കമ്പോണന്റ് ആണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ്. സെക്കൻഡ് വൺ ആണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ്. ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കേതിക കഴിവ്. ടെക്നിക്കൽ കോമ്പീറ്റൻസ് സാങ്കേതിക കഴിവ്. നമുക്ക് നോക്കാം. ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ഈസ് ആൻ indicator of quality assurance, suggests that we should have sufficient knowledge and skill to perform our functions in order to provide quality services. ഇനി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിക്കേറ്റർ എന്താണ്? സൂചകം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സൂചകം. അപ്പോ ഈ ടെക്നിക്കൽ കോമ്പറ്റൻസി എന്ന് പറഞ്ഞാല് ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന ഉറപ്പുവരുത്തുന്ന ഒരു സൂചകമാണ് ടെക്നിക്കൽ കോമ്പറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവിടെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി സർവീസസ് ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്ത് വേണം? സഫിഷ്യന്റ് ആയിട്ടുള്ള നോളജ് വേണം. അതിനുള്ള സ്കില്ലുകളും ആവശ്യമാണ് അല്ലെ. രോഗികൾക്ക്, അവിടെ വരുന്ന രോഗികൾക്ക് കൊടുക്കാനായിട്ട് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരമുള്ള ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട് അവർക്ക് എന്ത് വേണം? സഫിഷ്യന്റ് ആയിട്ടുള്ള നോളജും സ്കില്ലും ആവശ്യമാണ്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. നോക്കിക്കോളൂ. എക്സാമ്പിൾ, one must go to a nursing school and pass the nursing examination before she can work as a nurse. എന്താണ്? നമ്മളിപ്പോ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് നേഴ്സ് ആവാൻ പറ്റില്ല അല്ലെ. എന്ത് ചെയ്യണം? നഴ്സിംഗ് സ്കൂളിൽ പോയിട്ട് പഠിക്കണം, നഴ്സിംഗ് പഠിക്കണം, ആ എക്സാമിനേഷൻസ് ഒക്കെ പാസ് ആവണം. എന്നിട്ട് നമ്മളൊരു വർക്ക് ജോലിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, even though we are no longer in school, we have to continue to refine our knowledge by reading health books and attending in-service training workshops, etc. ഇനി നമ്മള് ഒരു ജോലി കിട്ടി, അപ്പൊ കുറെ തിയറീസും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. എന്ത് വേണം നമുക്ക്? എന്ത് വേണം? നമ്മളിപ്പോ ഒരു തിയറി, നമ്മളൊരു ക്ലാസ് കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ നമ്മളോട് പറയുന്ന പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതിൽ നമുക്ക് എന്ത് വേണം? എന്താ വേണ്ടത്?
പ്രാക്ടിക്കൽ അല്ലെ, ട്രെയിനിങ് വേണം. ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതില് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സ്കില്ലുകളായാലും നോളജ് ഡെവലപ്പ് ആവുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ നഴ്സിംഗ് സ്കൂളിൽ പോയിട്ട് പഠിച്ച് എക്സാമിനേഷൻ പാസ്സായി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നേഴ്സ് ആവില്ല. എന്താണ് അതിന് ഇന്നുകൂടി വേണം? കുറെ ഹെൽത്ത് റീഡിംഗ് ബുക്സ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകൾ വായിക്കണം. അതുപോലെ തന്നെ കുറെ വർക്ക്ഷോപ്പുകൾ അല്ലെ, അതിനെ പറ്റിയ ട്രെയിനിങ്ങുകളും പ്രാക്ടീസുകളും ചെയ്താലേ അതൊരു നോളജും സ്കില്ലും ഡെവലപ്പ് ആവുള്ളൂ. സിൻസ് we are health professionals, we should also understand our limits. That is not what we can do and what we cannot do. Okay, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താണ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രൊഫഷണൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ച് ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ എന്താണ് നോക്കാം, അടുത്ത സെന്റൻസ് നോക്കാം കേട്ടോ, അതിൽ പറഞ്ഞുതരാം. വിത്ത് റിഗാർഡ് ടു what we cannot do, we are expected to refer them to other centers and personnel who are more proficient to tackle them. Our practice should also be controlled by laid down standards and guidelines. Example, standard ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മളിപ്പോ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭിച്ചു, നമ്മൾ അതിൽ പ്രൊഫഷണൽ ആവണമെന്നില്ല അല്ലെ. ഇപ്പൊ ഒരു രോഗി നമ്മുടെ അടുത്തേക്ക് വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ കയറി പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ കിട്ടി, അതിനുശേഷം ഒരു രോഗിയെ കൊണ്ടുവരുമ്പോ നമ്മള് അത് അയാളെ നോക്കുമ്പോ ചിലപ്പോ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ ചിലപ്പോൾ മോശമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് റെഫർ ചെയ്ത് കൊടുക്കും? നമ്മുടെ മുകളിലുള്ള മുകളിലുള്ള ഡോക്ടേഴ്സിനെ എന്ത് ചെയ്യും? ആ ഡോക്ടറിന്റെ അടുത്ത് പോയി കണ്ടോളൂ എന്ന് പറയാറുണ്ട് അല്ലെ, ഇല്ലേ? ആണോ? നമ്മളിപ്പോ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മള് പ്രാക്ടിക്കലും പ്രാക്ടീസും കാര്യങ്ങളും ട്രെയിനിങ്ങും ഒക്കെ കിട്ടി, പക്ഷെ അതിൽ നമ്മള് എന്താണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു രോഗി നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സ്പീരിയൻസ് ആവില്ല, എക്സ്പേർട്ട് ആവില്ല. അപ്പൊ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ മുകളിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പേർട്ടുകളായിട്ടുള്ള ഡോക്ടറുടെ അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? പറയും, റെഫർ ചെയ്യും അല്ലെ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ഇങ്ങനെ നല്ലൊരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ശരിയായ രീതിയിലുള്ള മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. മനസ്സിലായോ? ഹോസ്പിറ്റൽസ് നല്ല രീതിയിൽ രോഗികൾക്ക് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ശരിയായ രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സുകളും ഗൈഡ് ലൈൻസും എന്ത് ചെയ്യണം? പാലിച്ചിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാവണം നമ്മള് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സുകളായാലും ഗൈഡ് ലൈൻസ് ആയാലും, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ആയാലും ഗൈഡ് ലൈൻസ് നമ്മള് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ടെക്നിക്കൽ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാല്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, നഴ്സുമാർക്ക് എന്ത് വേണം? നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട് നോളജും വേണം, അതുപോലെ സ്കില്ലുകളും വേണം. നഴ്സിംഗ് സ്കൂളിൽ പോയിട്ട് പഠിച്ച് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സ് ആവണമെന്നില്ല അല്ലെ. നേഴ്സിന്റെ ഒരു പവർ വന്നെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നല്ല രീതിയിലുള്ള റീഡിങ്സ്, ഹെൽത്ത് കെയർ ആയിട്ടുള്ള റീഡിങ്സ് വായിക്കുക, അതുപോലെ അതിനകത്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടാം. ഇനി പ്രാക്ടിക്കലും ട്രെയിനിങ്ങും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ പിന്നെ രോഗികളെ നോക്കി അതിനകത്ത് നമ്മൾ എക്സ്പേർട്ട് ആവുള്ളൂ അല്ലെ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? ടെക്നിക്കൽ കോമ്പറ്റൻസ്. ഓക്കെ, ആക്സസ് ടു സർവീസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ കോമ്പറ്റൻസ് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ.
ആരാണ്? നസ്ലീല. ഓക്കെ, പറയാട്ടോ. വായിച്ചു കഴിഞ്ഞോ? ടെക്നിക്കൽ കോമ്പറ്റൻസ് ആ എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് മീനിങ് ഇക്വിറ്റി? എന്താണ്? ഒരുപോലെ അല്ലെ, ഈക്വൽ ആയിട്ട്. ഓക്കെ, തുല്യത. ഓക്കെ, നമുക്ക് നോക്കാം. ക്വാളിറ്റി സർവീസസ് should be provided to all people who are in need of them, be they poor, children, adults, old people, pregnant women, disabled, etc. എന്താണ്? നമ്മളിവിടെ കുറെ പീപ്പിൾസിനെ കണ്ടല്ലേ. പുവർ ആയിട്ടുള്ള പീപ്പിൾ ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, അഡൽട്സ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഓൾഡ് പീപ്പിൾ, വൃദ്ധരുണ്ട്, പ്രഗ്നന്റ് വുമൻസ്, ഡിസേബിൾഡ് ആയിട്ടുള്ള കുറെ ആളുകള്. അപ്പോ ഇവർക്കൊക്കെ അല്ലെ, നമ്മള് കുഞ്ഞുങ്ങള് തൊട്ട് വൃദ്ധര് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം? എങ്ങനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത്? ഈക്വൽ ആയിട്ട് ഒരുപോലെ അവരെ ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോ ഒരാള് വന്നു, വൃദ്ധരാണ്, അവരെ മാറ്റി നിർത്താം. അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആണെങ്കിൽ അവരെ മാറ്റി നിർത്താം. അങ്ങനെയല്ല, എല്ലാവരെയും ചിൽഡ്രൻ തൊട്ട് ഓവർ, അതുപോലെ അഡൽട്ട്, എല്ലാവരെയും എന്ത് ചെയ്യണം? ഒരുപോലെ വേണം, ഒരുപോലെ ഈക്വൽ ആയിട്ട് വേണം ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട്. Quality services should be made available in all parts of countries, in villages, towns and cities. എന്താണ്? പലതരത്തിലുള്ള കൺട്രീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വില്ലേജസ് ആയിക്കോട്ടെ, ടൗൺ ആയിക്കോട്ടെ, സിറ്റീസ് ആയിക്കോട്ടെ, ഇവയില് എന്താണ്? എല്ലാ തരം നിലവാരമുള്ള സേവനങ്ങള്, സിറ്റീസ് ആയാലും ടൗൺസ് ആയാലും അതുപോലെ വില്ലേജസ് ആയാലും കൺട്രീസ് ആയാലും ഒരുപോലെ നല്ല നിലവാരത്തിലുള്ള ക്വാളിറ്റി സർവീസ് വേണം ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതാണ് ഇക്വിറ്റിയിൽ വരുന്നത്. ഒരുപോലെ ആളുകൾക്ക് ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ പലരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും ഒരുപോലെയുള്ള സർവീസ് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് ഇക്വിറ്റിയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇഫക്റ്റീവ്നെസ്. എന്താണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല്? ഇഫക്റ്റീവ്നെസ് എന്താ? ഫലപ്രാപ്തി. ഇഫക്റ്റീവ്നെസ് മീൻസ് ഫലപ്രാപ്തി. നോക്കാം, ഫലപ്രാപ്തി. We are interested in the type of care that generates positive change in the patient's health or quality of life. ഇനി നമ്മളൊരു ഹോസ്പിറ്റലില് ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് ഫലപ്രാപ്തി അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഐഡിയ കിട്ടുമോ? ഒരു ഹോസ്പിറ്റലില് നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് ഫലപ്രാപ്തി അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ട്രീറ്റ്മെന്റ് സക്സസ്. ഓക്കെ, ട്രീറ്റ്മെന്റ് സക്സസ് ആവുന്നതിലൂടെ, തൃപ്തി കിട്ടുന്നതിലൂടെ, അസുഖം മാറുമ്പോ. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഇനി കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത് കേട്ടോ. മാറ്റങ്ങൾ വരുമ്പോ. ഓക്കെ, എന്ത് മാറ്റങ്ങളാണ് ഉദ്ദേശിച്ചത്? ഗുഡ് സർവീസസ്. ഓക്കെ,
നമുക്ക് നോക്കാം. We are interested in the type of care. ശരിയാണ്. രോഗിയുടെ അസുഖത്തില് ലൈഫ് സ്റ്റൈലൊക്കെ മാറുമ്പോ ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. We are interested in the type of care that generates positive change in the patient's health and quality of life. അല്ലെ, ഇവിടെ ഇഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പേഷ്യന്റിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ഹെൽത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ല നിലവാരം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ട്, അസുഖം മാറുന്നുണ്ട്, അല്ലെങ്കിൽ അസുഖം കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫലപ്രാപ്തി ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ലെ. നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് ഇഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ലേ? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് നൽകുമ്പോ ആ രോഗിയുടെ ലൈഫ് സ്റ്റൈൽ മാറാം, അല്ലെങ്കിൽ ഹെൽത്തിൽ ചേഞ്ചസ് ഉണ്ടാവാം ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് കെയറില് അല്ലെങ്കിൽ ആ സർവീസില് എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. We therefore provide treatment that are not too truthful. For example, giving a child with diarrhea oral rehydration salt. Underline ചെയ്തേ, ORS ചോദിക്കാറുണ്ടേ, ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട്. ഇനി എന്താണ് എക്സാമ്പിൾ നോക്കിയേ. ഒരു ചൈൽഡിന് ഡയറിയ വന്നു അല്ലെ. ഡയറിയ വന്നപ്പോ എന്ത് കൊടുത്തു? അവര് ORS കലക്കി കൊടുക്കാനായിട്ട് പറയാറുണ്ടല്ലേ നമ്മളോട്, ഇല്ലേ? പറയാറുണ്ടോ? ഓക്കെ, കുടിക്കാറുണ്ടോ? എന്നിട്ട് നിങ്ങള് ചിലവർക്കൊക്കെ കുടിക്കാൻ മടിയായിരിക്കും, ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസമായിരിക്കും അല്ലെ. മടിയാണ് കുടിക്കാനായിട്ട്, ORS കുടിക്കാനായിട്ട്. ഓക്കെ, അപ്പോ അങ്ങനെ കൊടുത്തപ്പോ എന്തുണ്ടായി? വല്ലാത്ത ടേസ്റ്റ്, അത് തന്നെ ടേസ്റ്റ്, ഒരു പുളിപ്പും അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ലേ അതിന്, കുടിക്കാനായിട്ട് മടിയാണ് എല്ലാവർക്കും. അപ്പൊ ഡയറിയ വന്നു, അപ്പൊ ORS കൊടുത്തു ആ കുട്ടിക്ക്. അപ്പൊ എന്തുണ്ടായി? മാറ്റം സംഭവിച്ചു അല്ലെ, അസുഖം മാറി. അതാണ് പറയുന്നത് ഇഫക്റ്റീവ്നെസിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ORS ചോദിക്കാറുണ്ട്. മിക്സഡ് ടേസ്റ്റ് ആണ് അല്ലെ. ഓക്കെ, ശരിയാണ്, ഒരു ഉപ്പും അല്ലെ, ഷുഗറും. ഓക്കെ, അപ്പോ ORS മനസ്സിലായില്ലേ? ORS ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡയറിയ വന്നപ്പോ കുട്ടിക്ക് ORS കലക്കി കൊടുത്തു. അപ്പൊ എന്താണ്? കുട്ടിയുടെ അസുഖം മാറി, ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായി, അല്ലെങ്കിൽ രോഗത്തിന് മുക്തി കിട്ടി അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് ഇഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയോ ഇഫക്റ്റീവ്നെസ്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഇക്വിറ്റി ആൻഡ് ഇഫക്റ്റീവ്നെസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇഫക്റ്റീവ്നെസ് ഒന്നുകൂടിയും പറയണോ?
ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലപ്രാപ്തിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ വരുന്ന പേഷ്യൻസിൽ ഹെൽത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ നിലവാരത്തോടു കൂടി അവരുടെ ലൈഫ് പോകുന്നുണ്ടോ എന്നാണ് അവിടെ നോക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവരുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് ബേസ് ചെയ്തുകൊണ്ട് അവരുടെ അസുഖം കുറയുന്നുണ്ടോ, അതൊക്കെയാണ് അതിന്റെ ഫലപ്രാപ്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഫലപ്രാപ്തി കിട്ടുന്നുണ്ട് അല്ലെ, ആ ട്രീറ്റ്മെന്റ് കൊണ്ട് അവരുടെ അസുഖം കുറവുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താണ് ലൈഫിൽ ചേഞ്ച്, ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ അവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയിട്ട് ഡയറിയ വന്ന കുട്ടിക്ക് ORS കൊടുത്തു. ORS കൊടുത്തപ്പോ രോഗം പൂർണ്ണമായിട്ട് മാറി. അപ്പൊ എന്താണ്, ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് അല്ലെ. അതാണ് ഫലപ്രാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇക്വിറ്റിയും ആൻഡ് ഇഫക്റ്റീവ്നെസ്സും. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി എന്താണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത അല്ലെ. വെരി ഗുഡ്, കാര്യക്ഷമത. നമുക്ക് നോക്കാം. എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അണ്ടർലൈൻ ചെയ്ത എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യക്ഷമമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം അല്ലെ. നോക്കാം. ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. എന്താണ്? കുറഞ്ഞ ചിലവില്, ലീസ്റ്റ് അല്ലെ. ലീസ്റ്റ് എന്ന് പറഞ്ഞാല് കുറഞ്ഞ ചെലവില്, കുറഞ്ഞ കോസ്റ്റില് ഉയർന്ന നിലവാരമുള്ള പരിചരണം പ്രൊവൈഡ് ചെയ്യണം. അതാണ് കാര്യക്ഷമത കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? കുറഞ്ഞ ചെലവില് എന്താണ്, ഉയർന്ന നിലവാരമുള്ള പരിചരണമായിരിക്കണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. We are expected to make the best use of resources. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിസോഴ്സുകള്, വിഭവങ്ങള് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. And avert the worst of a weak resources. ഇനി avert എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കുക. avert means ഒഴിവാക്കുക. meager എന്ന് പറഞ്ഞാൽ തുച്ഛമായ. ഓക്കെ, ഇപ്പൊ തുച്ഛമായ ഇവിടെ പറയുന്നത് avert waste of our meager resources. കുറഞ്ഞ അളവിൽ ഇപ്പോ റിസോഴ്സസുകൾ ഉള്ളുവെങ്കിൽ അതെന്ത് ചെയ്യണം? അത് ഒട്ടും വേസ്റ്റ് ആക്കാതെ തന്നെ അത് ഉപയോഗപ്പെടുത്തണം. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ കുറച്ച് റിസോഴ്സസുകൾ ഉള്ളൂ, അപ്പോ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പരിചരണം കൊടുക്കണം. വേസ്റ്റ് ആക്കാതെ ആ റിസോഴ്സസുകൾ, കുറച്ച് റിസോഴ്സസുകൾ ഉള്ളൂ എങ്കിൽ അത് വേസ്റ്റ് ആക്കി കളയാതെ തന്നെയുള്ള പരിചരണമായിരിക്കണം കൊടുക്കേണ്ടത്. We waste resources by prescribing. ഇനി നമുക്ക് നോക്കാം. We waste resources by prescribing unwanted drugs. ഇനി വേസ്റ്റുകൾ എങ്ങനെയൊക്കെ വരുന്നുണ്ട്? നമ്മൾ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത ഡ്രഗ്സുകൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇല്ലേ, പല ഡോക്ടേഴ്സും നമുക്ക് എഴുതി തരാറുണ്ട് അല്ലെ. ഓരോ അസുഖമാണെന്ന് പറഞ്ഞു ചെല്ലുമ്പോ നമുക്ക് കുറെ ഗുളികകൾ, മരുന്നുകൾ തരാറുണ്ട്. ചിലപ്പോ ആവശ്യം ഉണ്ടാവില്ല, എന്നാലും അവർക്ക് എന്താണ് അത് എഴുതുമ്പോ അവർക്ക് കമ്മീഷൻ കിട്ടുന്നതിലൂടെയാണ് ഇങ്ങനെയുള്ള പല ആവശ്യമില്ലാത്ത ഡ്രഗുകളും നമ്മൾ കഴിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? ചിലർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാകും. നിങ്ങളുടെ അപ്പൂപ്പൻ അമ്മൂമ്മക്കൊക്കെ കൊടുക്കാറുണ്ടാവും ഉറക്കത്തിന് ഗുളിക അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകൾ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഡോക്ടേഴ്സുകൾ. അതെന്താണ്? അതൊക്കെ എന്താണ്? വേസ്റ്റുകളാണ് അല്ലെ. സോപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നമ്മള് എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ആവശ്യമില്ലാത്ത ഡ്രഗ്സുകളും എഴുതി തരാറുണ്ട്. ഇനി എന്താണ്? സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്. എന്താണ് പറയുന്നത്? എന്താണ്? കുറെ സ്റ്റോക്കുകൾ ചെയ്ത് വെക്കുന്നതിലൂടെ ഇല്ലേ, ഒരുപാട് മെറ്റീരിയൽസ് ആയാലും റിസോഴ്സസുകൾ, പല മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്, പല സപ്ലൈസ് ഉപയോഗിക്കുന്നുണ്ട്, പല ഡ്രഗുകളും ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, വരുന്നുണ്ട്. അതൊക്കെ എന്താണ്? ആവശ്യമില്ലാതെ അല്ലെങ്കിൽ കുറെ അധികം, ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ കുറെ അധികം പിന്നെയും സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് മേക്ക് ദം എക്സ്പയറി ബൈ
ബൈയിങ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് വി ഡു നോട്ട് യൂസ്. അതുപോലെ തന്നെ എന്താണ്, എപ്പോഴും യൂസ് ചെയ്യാത്ത എക്യുപ്മെന്റ്സ് ആയാലും സപ്ലൈസ് ആയാലും ബൈ ചെയ്ത് വെക്കുന്നതിലൂടെ അല്ലെ വാങ്ങി വെക്കുന്നതിലൂടെ എന്താണ് അത് എക്സ്പയറി ആവാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. എപ്പോഴും യൂസ് ചെയ്യാത്ത സപ്ലൈസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും മരുന്നുകളൊക്കെ ആയാലും മരുന്നുകള് സാധാരണ ഉണ്ടാവും, യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാൽ കൂടിയും മരുന്നുകളായാലും സപ്ലൈസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നതിലൂടെ അത് എക്സ്പയറി ആവാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എന്താണ് നോക്കിയേ, വാട്ട് ഹാപ്പൻസ് when we stock more drugs than is needed. അപ്പൊ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്, ആവശ്യത്തിലധികം മരുന്നുകള് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിലധികം മരുന്നുകള് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വേസ്റ്റ് ആയി പോകും അല്ലെ. ഹോസ്പിറ്റലുകൾക്ക് നഷ്ടമാവാൻ സാധ്യതയുണ്ട് ഇല്ലേ. ഉപയോഗശൂന്യമാകും, അതിലൂടെ എക്സ്പയറി ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് കിട്ടുന്നതിലൂടെ തന്നെ എന്താണ് പലതരത്തിലുള്ള കോസ്റ്റുകളും ഇങ്ങനെ വാങ്ങി വെക്കുന്നതിലൂടെ ആകുന്നുണ്ട് അല്ലെ, നഷ്ടം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ലോസ് ഉണ്ടാവും. നല്ല രീതിയിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യില് കുറച്ച് റിസോഴ്സസുകൾ ഉള്ളുവെങ്കിൽ അത് കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അതൊട്ടും വേസ്റ്റ് വരാത്ത രീതിയിൽ ഉള്ള പരിചരണമായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ എഫിഷ്യൻസി ഇമ്പോർട്ടന്റ് ആണ്. എഫിഷ്യൻസി ഈസ് പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള പരിചരണം വേണം കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ? Next ആണ് continuity. Continuity നോക്കിയേ, continuity implies that the client receives the full range of health services he or she needs, and that when the case is beyond us, we refer him or her to the right level for further care. അപ്പൊ എന്താണ് കണ്ടിന്യൂറ്റി അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ച് ആവശ്യം അനുസരിച്ച് നമ്മൾ എന്ത് വേണം, ആരോഗ്യ സേവനങ്ങള് ഫുൾ റേഞ്ചിൽ കൊടുക്കണം. ഓക്കെ, പേഷ്യന്റ് വന്നു, പേഷ്യൻസിന്റെ നീഡ് അനുസരിച്ച് വേണം എന്ത് കൊടുക്കാനായിട്ട്, ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കാനായിട്ട് അല്ലെ. അവരുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ നമ്മളിപ്പോ ഒരു പതിവായിട്ടൊരു ഹോസ്പിറ്റലിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇതുവരെ തുടർന്ന് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു പുതിയൊരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഏതെല്ലാം മരുന്നുകൾ ഈ പേഷ്യന്റ് കഴിക്കുന്നുണ്ട്, എങ്ങനെയാണ് അലർജി ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആ ഡോക്ടർക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ സെയിം ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഡോക്ടറെ തന്നെയാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ നമുക്കൊരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മരുന്നുകളാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് പുതിയതായിട്ടുള്ള തുടർ ട്രീറ്റ്മെന്റിനും സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു, പിന്നീട് വേറെ അസുഖം വന്നപ്പോ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പൊ എന്താണ്, ഇതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. ഇല്ലേ, ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ ആ ഡോക്ടർക്ക് അറിയാം ഞാൻ ഏതൊക്കെയാണ് മരുന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു അസുഖം വന്നപ്പോ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോ എന്താണ്, ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ചിലപ്പോ ഈ അസുഖം മാറാതെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ പോവാറുണ്ട് ചിലർ ഇല്ലേ. ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ട് അത് കുറയുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ആ ഫസ്റ്റ് കാണിച്ച ഡോക്ടർ ഏതൊക്കെ മരുന്നുകളാണ് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ മരുന്ന് കഴിച്ചു എന്നുള്ളത് ഈ ഡോക്ടർക്ക് അറിയാൻ പറ്റില്ല. ഈ ഡോക്ടർ വീണ്ടും ഡയഗ്നോസ് ചെയ്ത് പുതിയ ട്രീറ്റ്മെന്റുകളൊക്കെ തുടർന്നുകൊണ്ട് പോകേണ്ടതായിട്ട് വരും. പേഷ്യന്റിന്റെ രോഗങ്ങളൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് കണ്ടിന്യൂറ്റിയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ കണ്ടിന്യൂറ്റിയിൽ പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ആരോഗ്യ സേവനങ്ങൾ കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോ നല്ല രീതിയിലുള്ള ഫെസിലിറ്റി നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലുകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? സെയിം ഹോസ്പിറ്റലാണ്,
നമ്മൾ കാണിക്കുന്നതെങ്കിൽ അവിടെ നല്ലൊരു ഫെസിലിറ്റി ഇല്ല. നമ്മുടെ രോഗം വന്നപ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് ഫെസിലിറ്റി ഇല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കൊടുക്കാം. അതുപോലെ അപ്പൊ എന്താണ് ആ കണ്ടിന്യൂറ്റി അവിടെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു സെയിം ഹോസ്പിറ്റലിൽ കാണിക്കുകയാണെങ്കിലും കണ്ടിന്യൂറ്റി തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. വേറൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ രോഗം വന്ന് കാണിച്ചു, പിന്നീട് അത് മാറാതെ ഇപ്പൊ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു, പിന്നീട് ആ ഡോക്ടറെ അത്ര താല്പര്യം ചിലപ്പോൾ രോഗിക്ക് തോന്നിക്കാണില്ല, പിന്നീടും വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ അതിനെ തുടർച്ച ഉണ്ടാകുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ആളുകൾക്ക് ഹെൽത്ത് റെക്കോർഡ്സ് ഇപ്പൊ സെയിം ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഒക്കെ ഉണ്ടാവില്ലേ? ആ മെഡിക്കൽ റെക്കോർഡ് നോക്കിയിട്ട് പല ഇപ്പോ നൈറ്റ് ഡ്യൂട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാഫുകൾക്ക് മാറി മാറി വരും അല്ലെ. അപ്പൊ കാലത്ത് ഒരു നേഴ്സ് ആണെങ്കിൽ വൈകിട്ട് വരുന്നത് വേറെ നേഴ്സ് ആയിരിക്കും. അപ്പൊ എന്താണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡൊക്കെ നോക്കിയിട്ട് ഇനി ഏതൊക്കെ മരുന്നുകളാണ് കൊടുക്കാനുള്ളത്, ഇനി ഏതൊക്കെ ഇഞ്ചക്ഷൻ ആണ് കൊടുക്കാനുള്ളത്, അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡ് നോക്കിയിട്ട് നല്ല റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കാലത്ത് ഡ്യൂട്ടിയുള്ള നഴ്സുമാര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം വരുന്ന നഴ്സിന് എന്താണ് അതിന്റെ തുടർച്ച അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇതാണ് കണ്ടിന്യൂറ്റിയിൽ പറയുന്നത് കേട്ടോ. ആവശ്യമായിട്ടുള്ള സർവീസുകള് നല്ല രീതിയിൽ ഹൈ റേഞ്ചിൽ പ്രൊവൈഡ് ചെയ്യാം. അതിന്റെ കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ആണ് സേഫ്റ്റി. സേഫ്റ്റി എന്താ? സേഫ്റ്റി എന്താ? സുരക്ഷ അല്ലെ, സുരക്ഷ നമുക്ക് നോക്കാം. സേഫ്റ്റി implies that when providing health services we reduce to nearest minimum injuries, infections, harmful after effect and other dangers to client, to staff. നല്ല രീതിയിൽ സേഫ്റ്റിയോട് കൂടിയിട്ട് ആരോഗ്യ സേവനങ്ങള് ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ ഹാംഫുൾ ആഫ്റ്റർ ഇഫക്റ്റ് സൈഡ് എഫക്റ്റുകൾ കുറയ്ക്കാൻ പറ്റും. അതുപോലെ എന്താണ് ക്ലയന്റിനും അവിടുത്തെ സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. സേഫ് ആയിട്ട് നല്ല രീതിയിൽ സുരക്ഷയായിട്ട് ആരോഗ്യ സേവനങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ റിഡ്യൂസ് ചെയ്യാനാണ് പറ്റുന്നത്? മിനിമം ഇഞ്ചുറീസ് അല്ലെ കുറയ്ക്കാനായിട്ട്, ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റും, ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റും, സൈഡ് എഫക്റ്റുകൾ കുറയ്ക്കാൻ പറ്റും. സ്റ്റാഫിനായാലും ക്ലയന്റിനായാലും പേഷ്യന്റിനായാലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് പറ്റും. When providing quality care, we should not put the patient's life at risk. റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ. ഇനി നോക്കിയേ, ഫോർ എക്സാമ്പിൾ നോക്കാം. We should not give an insecure blood to patient and thereby infect them with the HIV or AIDS. അപ്പൊ എന്താണ് ഇവിടെ കൊടുക്കുന്നത്? ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് പേഷ്യന്റിന് പാസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പേഷ്യന്റിന് കൊടുക്കുന്നതിലൂടെ HIV പകരാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സേഫ്റ്റിയോട് കൂടിയിട്ട് രോഗികൾക്ക് ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നല്ല സുരക്ഷയോട് കൂടിയിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇനി അങ്ങനെ സേഫ്റ്റിയോട് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും? മിനിമം ഇഞ്ചുറീസ് കുറയ്ക്കാനായിട്ട് പറ്റും, ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റും, സൈഡ് എഫക്ട്സുകൾ കുറയ്ക്കാൻ പറ്റും, അതുപോലെ ഡേഞ്ചർ അപകടങ്ങള് കുറയ്ക്കാനായിട്ട് പറ്റും. അത് വർക്ക് ചെയ്യുന്നവർക്കും പേഷ്യന്റിനും. ക്ലിയർ ആയില്ലേ? 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, അതുപോലെ സേഫ്റ്റി.
ക്ലിയർ ആയോ? 3 കാര്യങ്ങളും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്. എന്താണ്? വ്യക്തിബന്ധങ്ങൾ. ഇന്റർപേഴ്സണൽ റിലേഷൻ മീൻസ് വ്യക്തിബന്ധങ്ങൾ. നോക്കാം, ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ us and our clients and community between health managers and the staff. അണ്ടർലൈൻ ചെയ്തേ. എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ്, ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ us. us എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥാപനം, ഓർഗനൈസേഷനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓർഗനൈസേഷൻ. അതുപോലെ our clients and community between health managers and their staff. സ്റ്റാഫുകള്, ഹെൽത്ത് മാനേജേഴ്സ്, അതുപോലെ കമ്മ്യൂണിറ്റി, ക്ലയൻസ്, അതുപോലെ സ്ഥാപനവും നല്ല രീതിയിൽ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കണം. മനസ്സിലായോ? ഒരു നല്ലൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, we should show respect to our clients. അല്ലെ? അവിടെ വരുന്ന പേഷ്യൻസിനോട് അവിടുത്തെ ആളുകൾ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ നല്ല രീതിയിൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറണം. അല്ലെ? ഫീൽ ഫോർ അവർ പേഷ്യന്റ്, നല്ല രീതിയിൽ അനുകമ്പ കാണിക്കണം പേഷ്യൻസിനോട്. നോട്ട് ബി റൂഡ് ഓർ ഷൗട്ട് അറ്റ് ദം. ഷൗട്ട് ചെയ്യാൻ പാടില്ല, അല്ലെ? ഷൗട്ടായിട്ട് സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ റൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരോക്ഷമായിട്ട് സംസാരിക്കാനും പാടില്ല. നോട്ട് റിവീൽ ഇൻഫർമേഷൻ we get from patient to other people. നമുക്ക് എന്താണ്, ഇപ്പോ ചില പേഷ്യൻസിലേക്ക് ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ വെക്കണം, അല്ലെ? നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് റിവീൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നോക്കിയേ, this will give rises to good relations and trust between the client or community and us. The client regard good interpersonal relationship as an important feature of quality of care. അപ്പോ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, റെസ്പെക്റ്റോട് കൂടിയിട്ട്, അതുപോലെ അവർക്ക് നല്ല രീതിയിലുള്ള അനുകമ്പ കാണിക്കുക, റൂഡായിട്ട് പെരുമാറാൻ പാടില്ല, ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ പേഷ്യൻസിന് എന്തുണ്ടാവും, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? പിന്നെ ആ ഹോസ്പിറ്റലിലോട് വരാനായിട്ട് അവർക്ക് എന്താണ് ഒരു ഫീലിംഗ്, അല്ലെ? ഒരു സംതൃപ്തി ഉണ്ടാവില്ലേ, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ പറയുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ആണ് എമ്യൂണിറ്റി. എമ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എമ്യൂണിറ്റി എന്ന് പറഞ്ഞാല് ഫെസിലിറ്റീസ് ആണ് കേട്ടോ, സൗകര്യങ്ങൾ. ഓക്കെ, സൗകര്യങ്ങൾ. These are features that can be given by our health facility to make life smooth and pleasant for clients. They contribute to clients' contentment and make clients ready to use your services. For example, comfortable seats, television seats, music, educational materials, educative video, films, etc. The OPD or ward. എന്താണ് ഇവിടെ?
സൗകര്യങ്ങൾ കൊടുക്കാറുണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്, ഇപ്പൊ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിനായാലും ഇൻ പേഷ്യൻസിനായാലും OPD പേഷ്യൻസിനായാലും നമ്മൾ പലതരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെ, സൗകര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഹോസ്പിറ്റലുകളിൽ നിന്ന്. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ ലഭിക്കുന്നത്? ഒരു സംതൃപ്തി അല്ലെ. ക്ലയൻസ് കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാല് സംതൃപ്തി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എമ്യൂണിറ്റീസിന് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ്സ് അല്ലെ, കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്, ടെലിവിഷൻ സെറ്റ്സ് ഉണ്ട്, അതുപോലെ മ്യൂസിക്കുകള്, അതുപോലെ പല പല മെറ്റീരിയൽസ്, എഡ്യൂക്കേഷൻ അവിടെ കൊടുക്കുന്ന സർവീസ്, പുതിയ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിളൊക്കെ നമുക്ക് തരാറുണ്ട് അവർ ഇല്ലേ. അതുപോലെ തന്നെ എന്താണ് എഡ്യൂക്കേറ്റീവ് വീഡിയോ, ഫിലിംസ്, ഇങ്ങനെയുള്ള സർവീസസുകൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസുകൾ OPDയിലും വാർഡിലൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവിടെ വരുന്ന പേഷ്യൻസിന്റെ സംതൃപ്തി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുവഴി അവിടെ പിന്നെയും അവര് ആ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് എമ്യൂണിറ്റീസിൽ പറയുന്നത്, സൗകര്യങ്ങൾ കേട്ടോ. അതുപോലെ ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഒക്കെ ആണോ, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും വരെയാണ് മിസ് എടുക്കുന്നത്. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. നമ്മൾ ഇന്ന് എടുത്തത് കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി കെയർ ആണ് കേട്ടോ. കമ്പോണൻസ് പഠിക്കാം. ക്ലിയർ ആണോ? ഇത്രയും വരെ 9 കാര്യങ്ങളും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.